ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. കോസ്റ്റ്, ഷോർട്ട് റൺ കോസ്റ്റ്. ദർ ആർ ടു ടൈപ്സ് ഓഫ് ഷോർട്ട് റൺ കോസ്റ്റ്: ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. അതായത് ഷോർട്ട് റൺ കോസ്റ്റുകളെ രണ്ടായി തിരിക്കാം: ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്നും ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്നും. ഷോർട്ട് റൺ കോസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ അത് ഹ്രസ്വകാല ചിലവാണ്. ഈ ഹ്രസ്വകാല ചിലവിന് രണ്ടായി തിരിക്കാം: മൊത്തം സ്ഥിരം ചിലവ്, അതിനെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് അഥവാ TFC എന്ന് പറയാം. മറ്റൊന്നാണ് മൊത്തം വിഭേദക ചിലവ് അഥവാ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഓർ TVC. ഇനി എന്താണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് നോക്കാം. ഫിക്സഡ് കോസ്റ്റ് ആർ those costs which do not change with any change in the quantity, production or size or output during a period. അതായത് ഹ്രസ്വ കാലയളവിൽ ഉൽപ്പന്നത്തിൻ്റെ അളവ് മാറുന്നതിനനുസരിച്ച് മാറ്റമില്ലാതെ സ്ഥിരമായി നിൽക്കുന്ന ചെലവുകൾ എന്തു പറയാം? TFC അഥവാ മൊത്തം സ്ഥിരം ചെലവെന്ന് പറയാം. അതായത് ക്വാണ്ടിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവുക, ഔട്ട്പുട്ടിൽ ചേഞ്ച് ഉണ്ടാവുക, അങ്ങനെ എന്ത് ചേഞ്ച് വന്നാലും കോസ്റ്റിൽ ചേഞ്ച് ഇല്ലാതെ സ്ഥിരമായി നിൽക്കുകയാണ്. അത്തരം ചിലവുകൾ എന്തു പറയാം? മൊത്തം സ്ഥിരം ചിലവെന്ന് പറയാം. അതിനുദാഹരണമാണ് ലാൻഡ് ബിൽഡിംഗ്, അതായത് ഭൂമി, കെട്ടിടം, വാടക. അവിടെ പ്രൊഡക്ഷൻ കൂടിയാലും കുറഞ്ഞാലും എന്ത് കൊടുക്കണം? കെട്ടിടത്തിന് വാടക കൊടുക്കണം, അല്ലേ? അവിടെ എന്തില്ല, മാറ്റം ഉണ്ടാവില്ല, വാടക എന്നും ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ പ്രൊഡക്ഷൻ കൂടിയാലും പ്രൊഡക്ഷൻ കുറഞ്ഞാലും അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് അല്ലെങ്കിൽ അതിൻ്റെ സൈസിൽ മാറ്റം വരിക, എന്തെന്നായാലും കെട്ടിടത്തിന് കൊടുക്കേണ്ട വാടക, ഭൂമിക്ക് കൊടുക്കേണ്ട പാട്ടം, അതിലൊന്നും യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല. അത്തരം ചിലവുകൾ എന്താണ്? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആണെന്ന് പറയാം. ഇനി ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനെ ഷോ ചെയ്യുന്ന കർവാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ X ആക്സിസിൽ ഔട്ട്പുട്ട് മെഷർ ചെയ്യാം, Y ആക്സിസിൽ കോസ്റ്റാണ് ഇവിടെ മെഷർ ചെയ്തിരിക്കുന്നത്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൻ്റെ ഈ കർവാണ് ഈ കാണുന്ന പാരലായി പോകുന്ന ഈ കർവാണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൻ്റെ കർവ് എന്ന് പറയുന്നത്. കാരണം ഔട്ട്പുട്ട് എത്ര തന്നെ കൂടുക കുറയുക ചെയ്താലും ടോട്ടൽ സ്ഥിരം ചിലവ് എന്താണ്? അവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്നു. അതുകൊണ്ടാണ് ഈ കർവ് ഇങ്ങനെ പാരലായിട്ട് പോകാനുള്ള കാരണം. അപ്പോൾ ഔട്ട്പുട്ട് കൂടാം, അല്ലേ? ചിലപ്പോൾ ഇത്രയാവാം, അല്ലെങ്കിൽ എന്താ അങ്ങനെ കുറഞ്ഞു വരാം, ഇങ്ങോട്ട് കുറയാം, ഇങ്ങോട്ട് കൂടി വരാം. പക്ഷേ ചിലവിന് എന്തില്ല, മാറ്റമില്ല, അത് അവിടെ ഒരേ പോയിന്റിൽ സ്ഥിരമായിട്ട് നിൽക്കുകയാണ്. ദെൻ നെക്സ്റ്റ് ആണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വാരി വിത്ത് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഓർ ഔട്ട്പുട്ട്. അതായത് അവിടെ ഔട്ട്പുട്ടിൻ്റെ അളവ് മാറുന്നതിനനുസരിച്ച് ചിലവിൽ എന്ത് വരികയാണ്? മാറ്റം വരികയാണെങ്കിൽ അത്തരം ചിലവുകൾ എന്ത് പറയാം? വിഭേദക ചിലവെന്ന് പറയാം. അതായത് ഉണ്ടാക്കുന്ന ഉൽപ്പന്നം അതിൻ്റെ സൈസിൽ മാറ്റം വരികയാണെങ്കിൽ ചിലവിൽ എന്ത് വരിക? മാറ്റം വരികയാണ്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ഗതാഗത ചിലവ്. അതിന് എക്സാമ്പിളായിട്ട് പറയാം റോ മെറ്റീരിയൽ അഥവാ അസംസ്കൃത വസ്തുക്കൾക്ക് വരുന്ന ചിലവ്. ഇതിന് എക്സാമ്പിളാണ് മൊത്തം വിഭേദക ചിലവിന് എക്സാമ്പിളാണ്. മൊത്തം വിഭേദക ചിലവ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൽ ഉൾപ്പെടാം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ അഥവാ എന്താ പറയുക ഉൽപ്പാദന ഘടകങ്ങൾക്ക് വാങ്ങുന്ന ചിലവ്. ഇതൊക്കെ ഏതിന് എക്സാമ്പിളാണ്? ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന് എക്സാമ്പിളാണ്. ഇനി അതിൻ്റെ കർവ് എങ്ങനെയെന്ന് നോക്കാം നമുക്ക്. എക്സിൽ ഔട്ട്പുട്ടും വൈയിൽ കോസ്റ്റുമാണ് മെഷർ ചെയ്തിരിക്കുന്നത്. ദെൻ ഈ കർവ് നോക്കി അറിയാൻ പറ്റും ഇതൊരു ഇൻക്രീസ് ചെയ്യുന്നു, ദെൻ ഡിക്രീസ് ചെയ്യുന്നു, വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ എന്താണെന്ന് മനസ്സിലാവണത്? അതായത് പ്രൊഡക്ഷൻ കൂടുന്നതിന് ഔട്ട്പുട്ട് ഇങ്ങനെ കൂടും കുറയും ചെയ്യുന്നതിനനുസരിച്ച് കോസ്റ്റിൽ ഇങ്ങനെ എന്ത് വരുന്നുണ്ട്? ചേഞ്ച് വരുന്നുണ്ട്, അല്ലേ? കോസ്റ്റ് മെഷർ ചെയ്യുന്ന ഇവിടെയാണല്ലോ. അപ്പോൾ കോസ്റ്റ് എങ്ങനെയാണ്? ഔട്ട്പുട്ട് ഇങ്ങനെ മാറുമ്പോൾ കോസ്റ്റിൽ ഇങ്ങനെ ചേഞ്ച് ഉണ്ടാവുകയാണ്. അതാണ് ഈ കർവിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് ടോട്ടൽ കോസ്റ്റ്. എന്താണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ വേരിയബിൾ കോസ്റ്റും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? ടോട്ടൽ കോസ്റ്റ് അഥവാ മൊത്തം ചിലവ്. അപ്പോൾ മൊത്തം ചിലവ് കാണാൻ എന്ത് വേണം? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ഇതെല്ലാം കൂടി ഉൾപ്പെടുന്ന കർവാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ മുകളിൽ കാണുന്ന കർവാണ് ടോട്ടൽ കോസ്റ്റ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ 3 കർവിനെയും കൂടി ഒറ്റ ഗ്രാഫിൽ ഷോ ചെയ്തിരിക്കുകയാണ്. ഈ കർവാണ് ടോട്ടൽ കോസ്റ്റിൻ്റെ കർവ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്. എന്താ ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതായത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റിനെ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ അവിടെയുള്ള ഔട്ട്പുട്ടിൻ്റെ എണ്ണം. എത്ര ഔട്ട്പുട്ടാണോ അത് ചെയ്താൽ എന്ത് കിട്ടും? ആവറേജ് വേരിയബിൾ കോസ്റ്റ് കിട്ടും. ഇതാണ് ആവറേജ് വേരിയബിൾ കോസ്റ്റിൻ്റെ കർവ്. ഒരു യു ഷേപ്പ്ഡ് കർവാണ് ഇത്, ആവറേജ് വേരിയബിൾ കോസ്റ്റിൻ്റെ കർവ്. ദെൻ നെക്സ്റ്റ് ആണ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അത് കാണുക എങ്ങനെയാണ്? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനെ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കിട്ടും. അതായത് തന്നിരിക്കുന്ന ടോട്ടൽ കോസ്റ്റ് എത്രയാണോ അതിനവിടെയുള്ള യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഏത് കിട്ടും? ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ലഭിക്കും. ആവറേജ് ഫിക്സഡ് കോസ്റ്റിൻ്റെ കർവ് എന്ന് പറഞ്ഞാൽ ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവാണ്. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവാണ് ഇത് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കർവ്. ഇനി ഇതേപോലത്തെ ടേബിൾ എക്സാമിന് തരാവുന്നതാണ്. ഔട്ട്പുട്ടും തന്നിട്ടുണ്ടാവും, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ടാവും, ബാക്കിയുള്ള കോസ്റ്റുകളൊക്കെ കാണാനായിട്ട് പറയും. അല്ലെങ്കിൽ ഈ 2 കോളം ഈ 3 കോളം തന്നിട്ട് ബാക്കിയുള്ള കോളംസ് ഫില്ല് ചെയ്യാനായിട്ട് പറയും.
അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് തന്നിട്ടുണ്ട് അല്ലേ. അതുപോലെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് നമുക്കറിയാം. ഫിക്സഡ് കോസ്റ്റ് പറഞ്ഞാൽ സ്ഥിരമാണ്, എല്ലാ യൂണിറ്റിലും സെയിം ആയിരിക്കും. അതാണ് ഇവിടെ എല്ലാം 60 ആയിട്ടുള്ളത്, കാരണം സ്ഥിരമാണ്. ദെൻ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് നോക്കൂ. 0 ഔട്ട്പുട്ട് യൂസ് ചെയ്തപ്പോൾ അവിടെ 0 ആയിരുന്നു വേരിയബിൾ കോസ്റ്റ് അല്ലേ. ദെൻ ഔട്ട്പുട്ട് എന്തായി, 0 എന്നുള്ളത് 1 ആയപ്പോൾ വേരിയബിൾ കോസ്റ്റ് എത്രയായി, 60 ആയി. ദെൻ 2 ആയപ്പോൾ എന്തായി, വേരിയബിൾ കോസ്റ്റ് 100 ആയി. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷനിൽ ഇങ്ങനെ മാറ്റം വരും. 1 എന്നുള്ളത് 2 ആയി, 2 3 ആയി. അപ്പോൾ അതിനനുസരിച്ച് അവിടെ എന്ത് വരിക, കോസ്റ്റിൽ ചേഞ്ച് വരികയാണ്. ആ കോസ്റ്റിനാണ് എന്ത് പറയുക, വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുക അല്ലേ. അതായത് ഉൽപ്പന്നത്തിൻ്റെ അളവോ സൈസോ മാറുമ്പോൾ എന്ത് മാറും, ചിലവിൽ മാറ്റം വരികയാണെങ്കിൽ അത്തരം ചിലവാണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. അതാണല്ലോ പറഞ്ഞത്. അപ്പം നോക്കൂ, 0 ഉള്ളപ്പോൾ 0 ആയിരുന്നു അല്ലേ. 0 എന്ന് 1 ഉൽപ്പാദനം നടത്തിയപ്പോൾ 60 ആയി. 1 എന്നുള്ളത് 2 ആയപ്പോൾ കോസ്റ്റിൽ വീണ്ടും ചേഞ്ച് വന്നു. അങ്ങനെ ഓരോ യൂണിറ്റും അഡീഷൻ ആയി വരുമ്പോൾ കോസ്റ്റിൽ വരുന്ന മാറ്റാണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്, അത് കോളത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ നമുക്ക് കാണേണ്ടത് ഏതായിരുന്നു അറിയോ, ഇവിടെ ടോട്ടൽ കോസ്റ്റാണ് കാണേണ്ടത്. നമുക്കറിയാം ടോട്ടൽ കോസ്റ്റ് കാണാൻ എന്താ വേണ്ടത്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ വേരിയബിൾ കോസ്റ്റും തമ്മിൽ ആഡ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്ത് നോക്കൂ. അപ്പോൾ എത്ര വരിക, ഫസ്റ്റ് 60 + 60 60 ആണ്. ദെൻ 60 + 60 120. അങ്ങനെ ഓരോ ഇതും തമ്മിൽ ഈ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും, ടോട്ടൽ കോസ്റ്റിൻ്റെ കോളം ഫില്ല് ചെയ്യാൻ പറ്റും. നോക്കൂ, കണ്ടോ, 60 + 150 210 ആണ്. അതുപോലെ 60 + 260 320. അങ്ങനെ ഓരോന്നും നമുക്ക് ലഭിച്ചു. ദെൻ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എങ്ങനെ കാണാം, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ബൈ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ആണ് എന്ത്, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് അല്ലേ. അപ്പോൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഇവിടെ 60 ആണ്. 60/0 പറഞ്ഞാൽ എന്താ വരിക, അതിന് നമുക്ക് വാല്യൂ ചെയ്യാൻ പറ്റുമോ. അപ്പോൾ അത് 0 അഥവാ ഫില്ല് ചെയ്യണ്ട. ദെൻ നെക്സ്റ്റ് എന്താ, അടുത്ത ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എത്ര, 60 തന്നെയാണ് അല്ലേ. അടുത്ത് എന്താ വന്നിരിക്കുന്ന ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഒരു യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിൽ 60/1 പറഞ്ഞാൽ 60 ആണ്. നെക്സ്റ്റ് 60/2 30, 60/3 20, 60/4 15, 60/5 12. അപ്പോൾ എന്ത് കിട്ടി, ആവറേജ് ഫിക്സഡ് കോസ്റ്റിൻ്റെ കോളം കിട്ടി. എങ്ങനെ കണ്ടത്, അതായത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനെ അവിടെയുള്ള യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും, ആവറേജ് ഫിക്സഡ് കോസ്റ്റ്.